കുറച്ച് കാര്യങ്ങളിടും. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം എല്ലാവരും ആഘോഷിക്കുക. എത്ര പേര് ആഘോഷിക്കണം നിങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അതിലെ പ്രഭാഷകന്റെ പ്രധാന പോയിന്റ് തന്നെ സ്വാതന്ത്ര്യം നേടിയെന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് ആരൊക്കെ കൊണ്ടുവച്ച് തന്നതുപോലെയൊക്കെയുള്ള ഒരു ഫീലിങ്സ്. അപ്പൊ അങ്ങനെയല്ല, സ്വാതന്ത്ര്യം നമ്മൾ പിടിച്ചെടുത്തു എന്ന് തന്നെ നമ്മൾ അടിവരയിട്ട് പറയണമെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ് കോൺഫറൻസിന്റെ ഇൻക്രെഡിബിൾ പ്രസ് കോൺഫറൻസ് എന്ന് തന്നെ പറയാം. അദ്ദേഹം വലിയ തെളിവുകളോട് കൂടിയിട്ട് രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം നടത്തിയ ഭീകരമായിട്ടുള്ള ഒരു സമ്മതിദാനാവകാശ ദുരുപയോഗത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിന്റെ ആളല്ല, മനുഷ്യത്വമുള്ള മനുഷ്യനാവുക എന്ന രാഷ്ട്രീയത്തിനൊപ്പാണ് ഞാനുള്ളത്. അതുകൊണ്ട് എനിത് പറയാതിരിക്കാൻ വയ്ക്കില്ല. എന്തായാലും അദ്ദേഹം തുറന്നു കാട്ടിയത് പ്രതിയോഗിയായിട്ട്, സാധാരണ പ്രതിയോഗിയായിട്ട് വരില്ലത് അവിടെ പിന്നെ മറുപക്ഷത്തിലെ രാഷ്ട്രീയക്കാരും മറ്റും. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ചട്ടം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരം ഒരു പ്രതിസ്ഥാനത്ത് വരുമ്പോൾ രാജ്യത്തിന്റെ ബീഭത്സതയെ തന്നെ അത് തുറന്നു കാണിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമായി തീരുകയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രമായി തീരുകയോ എന്നുള്ളതല്ല, എല്ലാ സമുദായങ്ങൾക്കുമുള്ള ഒരു രാഷ്ട്രമായി തീരുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മതം ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് ചിലർ കൊണ്ടാടുകയാണ്. മതം ഒരു രാഷ്ട്രീയത്തിന്റെ ഉപകരണമല്ല, മതം ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിനെ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കഴിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മതേതരത്വം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ബഹുസ്വരതയും ഭരണഘടനയും സംരക്ഷിക്കുക എന്നുള്ളത്. അതൊക്കെ മറന്നിട്ടാണ് അധികാരികൾ മുന്നോട്ട് പോകുന്നത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ 2 രാജ്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ ജിന്ന പാകിസ്ഥാൻ രൂപം കൊടുക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയും അംബേദ്കറും മൗലാന ആസാദൊക്കെ തുടങ്ങിയവർ ആലോചിച്ചത് എല്ലാ സമുദായങ്ങളും ഒരു കുടക്കീഴിൽ വരുന്ന ഒരു സ്നേഹ സൗഹാർദ്ദമായിട്ടുള്ള ഒരു പറുദീസയെ കുറിച്ചാണ്, മതേതരത്വ ഇന്ത്യയെ കുറിച്ചാണ്. ആ മതേതരത്വ ഇന്ത്യ കള്ളുവെക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോ അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് രാഹുൽ ഗാന്ധി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി വാങ്ങിത്തന്നോ അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യയെ എന്തിനു നിർമ്മിച്ചോ അതിന് അള്ളുവെക്കുന്നവരൊക്കെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് കൂടി അള്ളുവെക്കുകയാണ്. അതുകൊണ്ട് വരും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ട് ഇത്തരങ്ങൾക്കെതിരെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അത്തരം ഭരണാധികാരികൾക്കെതിരെ ആരൊക്കെ മുന്നോട്ട് വരികയാണെങ്കിലും മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് അവരെ പിന്തുണക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ,